मैडम नहीं है, बच्ची को स्कूल से लेने के बाद आएगा, शाम को आएगा तो मिल सकता है। अब मैं चलता है। हाय ഇത് പഠിച്ചാണല്ല. ഇതുപോലെ നമുക്കും കൺഫ്യൂഷനാണ് ഹും ഹോ എന്നുള്ളതെല്ലാം എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇന്ന് നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യം അതിൻ്റെ മീനിങ് നോക്കാം. ഹേ മീനിങ് ഈസ്, ഹൂം ആം, ഹോ അല്ലെങ്കിൽ ഹേം എന്ന് പറഞ്ഞാൽ ആർ. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് മെയിം സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഹും വെക്കണം എന്നുള്ളത്. മെയിം, തു, വഹ്, യഹ് എന്നുള്ള വാക്കുകളുടെ മീനിങ് ഒന്ന് നോക്കിയാലോ. ഐ ഞാൻ, മേം, വി ഞങ്ങൾ, ഹം യു നീ നിങ്ങൾ എന്ന് പറയാറുണ്ട്. തു, തും, ആപ്പ് ഈ 3 വേർഡുകളാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുക. ഇംഗ്ലീഷിൽ ഒരേ ഒരു വേർഡ് മാത്രമേ ഉള്ളൂ, യു എന്നുള്ള വേർഡാണ് ഈ 2 മീനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ്, അവൻ, അവൾ, അത് ഈ മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് വഹ്. ഇത്, ഇവൻ, ഇവൾ, ദിസ് എന്നുള്ള മീനിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് യഹ്. അവർ, അവ എന്നുള്ളതിന് യൂസ് ചെയ്യുന്നതാണ്, പ്ലൂരൽ ഫോമിൽ യൂസ് ചെയ്യുന്നതാണ് വേ, യേ എന്നുള്ള വേർഡുകൾ. വേർഡുകളുടെ മീനിങ്ങൊക്കെ ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. ഇനി ഹേ, ഹും, ഹോ എന്നുള്ളതെല്ലാം എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് നോക്കാം. മേം ഞാൻ എന്നുള്ളത് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഹൂം എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ. മേം അധ്യാപിക ഹൂം. എന്നെപ്പറ്റി തന്നെ പറയുമ്പോഴാണ് മേം എന്നുള്ള വേർഡ്. ഞാൻ ടീച്ചറാണ് അല്ലെങ്കിൽ ഞാൻ അമ്മയാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മളെ പറ്റി തന്നെ നമ്മൾ പറയുമ്പോഴാണ് ഹൂം എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യുന്നത്, ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുന്നത്. തു എന്നുള്ള വേർഡ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ സംബോധന ചെയ്യാനും നമ്മളെക്കാൾ താഴെയുള്ള കുട്ടികളെ സംബോധന ചെയ്യാനുമാണ്. അതിൻ്റെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഹേ എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. തും എന്നുള്ളത് സ്ട്രേഞ്ചേഴ്സിനോട് അതുപോലെ നമുക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വേർഡാണ് തും. അത് തും യൂസ് ചെയ്യുമ്പോൾ തും സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഹോ ആണ് എപ്പോഴും യൂസ് ചെയ്യുക. ആപ്പ് എന്ന് പറയുന്നതും സെയിം മീനിങ് തന്നെയാണ്, താങ്കൾ, നിങ്ങൾ എന്നുള്ളത്. എക്സ്ട്രീം റെസ്പെക്റ്റ് കാണിക്കാനായിട്ട് ടീച്ചേഴ്സിനോടോ ഓഫീസേഴ്സിനോടോ പാരൻസിനോടോ നമ്മളെക്കാൾ മുതിർന്ന ആളുകളോട് റെസ്പെക്റ്റ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ആപ്പ്. ആപ്പ് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഹേം എന്നുള്ളതാണ് യൂസ് ചെയ്യുക. അവൻ, അവൾ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണെന്നാണ് പറഞ്ഞത്? യഹ്, വഹ് അതൊക്കെയാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഹേ എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്ലൂറൽ ഫോമിൽ വേ, യേ എന്നൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, ഹം എന്നുള്ളതെല്ലാം യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് വയ്ക്കുന്നത് ഹേം ആണ്. ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വഹ് സുന്ദർ ഹേ. വഹ് എന്നുള്ളത് സബ്ജക്റ്റായിട്ട് വന്നപ്പോൾ അവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു, നോക്കൂ, ഹേ. ഹം ഗാ രഹേ ഹേം. ഹം എന്നുള്ളത് പ്ലൂരൽ ഫോമാണ്, ഹെൽപ്പിംഗ് വെർബായി ഹേം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗർമി ഹോ രഹി ഹേ. സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഹെൽപ്പിംഗ് വെർബ് ഹേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വഹ് മുസ്കുരാ രഹി ഹേ. വഹ് എന്നുള്ള സബ്ജക്റ്റിന് ഹെൽപ്പിംഗ് വെർബായി ഹേ യൂസ് ചെയ്തിരിക്കുന്നു. വേ അച്ചേ ഹേം. വേ എന്ന് പറയുന്നത് പ്ലൂരൽ ഫോം ആയതുകൊണ്ട് അവിടെ ഹേം യൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ? എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ് ഹെൽപ്ഫുള്ളായിരുന്നോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.